അംഗീകാരമാണ് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകം. ഒരു മറുനാടൻ മലയാളിയായിരുന്ന എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. മറ്റു പ്രവർത്തകർക്ക് ആവേശം പകരുന്നതിന് എനിക്ക് കിട്ടിയ അംഗീകാരം ഞാൻ സമർപ്പിക്കുകയാണ്. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മലബാർ സൗഹൃദവേദി എല്ലാ പ്രഗത്ഭരെയും മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. 10 വർഷം ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നൊരു സാംസ്കാരിക സാമൂഹിക സംഘടന വേറെ ഉണ്ടോ എന്നുള്ളതടക്കം സംശയമാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ 10ാമത് പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചു. മഞ്ഞളാംകുഴി അലി MLA പുരസ്കാര ജേതാക്കൾക്ക് അവാർഡ് കൈമാറി. പെരിന്തൽമണ്ണയിലെ ജനകീയ ഡോക്ടർ എന്ന നിലയിൽ 6.5 പതിറ്റാണ്ടിലധികം സേവനം ചെയ്തുവരുന്ന ഡോക്ടർ രാംദാസ് ജീവകാരുണ്യ സാന്ത്വന മേഖലയിൽ സജീവ സാന്നിധ്യമായ കുറ്റീരിമാനുപ്പ അതിജീവനത്തിന്റെ നാൾവഴി തേടിയുള്ള സാഹിത്യയാത്രയിലെ വേറിട്ട വ്യക്തിത്വം ഉണ്ണി കരിമ്പുഴ, ആംഗലേയ സാഹിത്യത്തിലും മാതൃഭാഷയിലും സ്വന്തമായ രചനാശൈലിയുള്ള KKV പെരിങ്ങോട്ടുകര എന്നിവരാണ് കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ 10ാമത് പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായത്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പെരിന്തൽമണ്ണ പാലിയേറ്റീവ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA കൈമാറി. മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇതേപോലൊരു പ്രതിഭാ പുരസ്കാരം ഈ സമർപ്പണ യോഗത്തിൽ നമുക്കൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതിന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇന്നത്തെ ഈ കാലത്ത് നമുക്ക് ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ നടന്നു പോകുന്നതാണ് പരമാവധി. ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ച ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലാണോ ഇത് സംഭവിക്കുന്നത് നമുക്ക് സംശയം. 23 വയസ്സ് മാത്രം പ്രായമുള്ള നല്ല ഭാഗ്യമുള്ള സുന്ദരനായ സൽസ്വഭാവിയായ വേറെ ആരോടും വടക്കിനൊന്നും പോകാത്ത ഒരു കുട്ടി സ്വന്തം അനിയനെ, സ്വന്തം അമ്മയെ, സ്വന്തം ഗ്രാൻഡ് മദറെ, അമ്മൂമ്മയെ, അതുപോലെ തന്നെ പിന്നെ അച്ഛൻ്റെ 2 സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും 5 പേരെയാണ് ഹാമർ കൊണ്ട് തലക്കടിച്ചു പോകും. എങ്ങനെയും കൊല്ലാം, പക്ഷെ ഈ ഹാമർ കൊണ്ട് തലക്കടിച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോഴേ ഇതിന്റെ ഒരു ക്രൂരത നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ എവിടെ പോയി മനുഷ്യരുടെ സ്നേഹം? ഇതേപോലുള്ള വേദികൾ ഉണ്ടാവും. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കഴിവ് നമ്മൾ സന്തോഷിക്കും, അവരെ നമ്മൾ പിന്നെ ശരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആസ്വദിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും ഒന്നിനും സമയമില്ല. നമ്മുടെ വീട് നമ്മളതാണല്ല, വാടകയ്ക്കെടുത്ത വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും നമ്മുടേത് ഒരു കസേര മാത്രം, നമുക്ക് സ്വന്തമായിട്ടൊരു ഫോൺ മാത്രം. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അച്ഛനും അമ്മയോട് നമ്മൾ എത്ര മണിക്കൂറാണ്, എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കുക? അച്ഛനും അമ്മയും മക്കളോട് എത്ര സമയം ചെലവഴിക്കുന്നത്? വളരെ കുറച്ച് സമയം മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിലൊരു സംസാരമില്ല, എല്ലാം ഫോണിലാണ്, എല്ലാ കാര്യങ്ങളും ഫോണിൽ മാത്രം. നിങ്ങൾ ആലോചിക്കേണ്ട എത്ര സന്തോഷകരമായിട്ടൊരു കാര്യത്തിൽ വന്നിട്ട് ഞാൻ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ ഇന്നലെ മുതൽ ഏകദേശം ഓൾമോസ്റ്റ് ഡെഡ് എന്നുള്ളത്. പിന്നെ ഈ വാർത്ത കേട്ടതിന് ശേഷം ഞാൻ ഇന്നലത്തെ എൻ്റെ കുറേ പരിപാടികൾ എനിക്ക് പോകാൻ കഴിഞ്ഞ് ഞാൻ ക്യാൻസൽ ചെയ്തു. 12 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മലബാർ സൗഹൃദവേദി. സമൂഹത്തിലെ ദുർബലരായ കലാകാരന്മാരെ സംരക്ഷിക്കുക എന്നതാണ് സംഘടനയുടെ പ്രഥമ ലക്ഷ്യം. വിവിധ മേഖലകളിൽ ആളുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് അവാർഡ് നൽകുക. സമൂഹത്തിലെ കലാകാരന്മാരെ മുഖ്യധാരയിലെത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. സമൂഹത്തിൽ ദുർബലരായിട്ടുള്ള അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മുഖ്യമായ ഒരു ലക്ഷ്യം. പിന്നെ പാർശ്വവൽകൃതരായ കലാകാരന്മാരെ നമ്മൾ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ 10ാമത് പുരസ്കാരമാണ് ഇപ്പോൾ ഇവിടെ നൽകിയത്. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മലബാർ സൗഹൃദവേദി എല്ലാ പ്രഗത്ഭരെയും മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആരാലും അംഗീകരിക്കപ്പെടാത്ത ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാർ പ്രദേശങ്ങളിൽ. അപ്പോൾ നമ്മളൊരു ജൂറി, ഇതിൻ്റെ ഭാഗമായിട്ടൊരു ജൂറി ഉണ്ട്.
ഇപ്രാവശ്യം മോളിക്കുന്നത്ത് ദാമോദരൻ നമ്പൂരിയാണ് ജൂറി ചെയർമാൻ ഉണ്ടായിരുന്നത്. ശ്രീ KR രവിയേട്ടൻ ഇതിൻ്റെ ജൂറി അംഗമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രദേശങ്ങൾ നമ്മളെ വിവിധ മേഖലകളിൽ നമ്മൾ അവാർഡിന് ക്ഷണിക്കുക എന്നുള്ളത് തികച്ചും ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് അല്ല ഞങ്ങൾ തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഈ ഫീൽഡിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആതുര രംഗത്ത് ഒരു ആൾക്ക് അവാർഡ് കൊടുക്കണം നോക്കുമ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് മലബാർ പ്രദേശത്ത് ആരൊക്കെയാണ് പരിഗണിക്കേണ്ടതെന്ന് മൊത്തം ചർച്ച വരും. ആ ചർച്ചയിൽ നിന്ന് നമുക്ക് ഓരോ വർഷവും ആതുര സേവന രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരാളെ അവർ പോലും അറിയാതെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ ഒരു പ്രവർത്തനത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മളൊരു അവാർഡ് കൊടുക്കുക. ആതുര സേവന രംഗത്തായിക്കോട്ടെ, അതുപോലെ തന്നെ നിസ്വാർത്ഥമായ സേവന രംഗം, സാഹിത്യ രംഗത്ത്, കവിതയുടെ മേഖല, അങ്ങനെ ഓരോ മേഖലയും വ്യത്യസ്തമായ മേഖലകൾ തിരഞ്ഞെടുത്ത് ഓരോ വർഷവും 10ാമത് പ്രതിഭാ പുരസ്കാര ദാന ചടങ്ങാണ്. 10 വർഷം ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നൊരു സാംസ്കാരിക സാമൂഹിക സംഘടന വേറെ ഉണ്ടോ എന്നുള്ളതടക്കം സംശയമാണ്. പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷം ജേതാക്കൾ ചാനൽ 10 ന്യൂസുമായി പങ്കുവച്ചു. നമ്മളോടൊപ്പം മലബാർ സൗഹൃദ വേദി 10ാമത് പ്രതിഭാ പുരസ്കാര ജേതാക്കൾ ചേരുകയാണ്. മറ്റ് അംഗീകാരങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ വലിയ സന്തോഷമാണല്ലോ ഈ ഒരു അംഗീകാരവും. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുടെ ചാനൽ 10 പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. അറിയിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നന്ദി, നമസ്കാരം. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അംഗീകാരമാണ് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകം. അപ്പോൾ തീർച്ചയായും ഈ പുരസ്കാരം തുടർന്നുള്ള എഴുത്തുകൾക്ക് തീർച്ചയായും പ്രചോദനമാവും. വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഭാരവാഹികളുടെ എല്ലാവരുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഒരു മറുനാടൻ മലയാളിയായിരുന്ന എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. ഈ ഒരു സൗഹൃദ കൂട്ടായ്മ ഇനി മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. പെരിന്തൽമണ്ണയിലെ സ്വന്തം ദാസേട്ടൻ്റെ കൂടെ ഒരു അവാർഡിൻ്റെ വേദിയിലും അവാർഡിൻ്റെ ദിവസത്തിലും ആ സംഘാടനത്തിലും പങ്കെടുക്കാൻ കഴിയുന്ന അത്ഭുതമാണ്. ഒരു ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രവർത്തകർക്ക് ആവേശം പകരുന്നതിന് എനിക്ക് കിട്ടിയ അംഗീകാരം ഞാൻ സമർപ്പിക്കുകയാണ്. ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മുൻ MLA V ശശികുമാർ, രാഘരത്നം, മണ്ണൂർ രാജകുമാരനുണ്ണി തുടങ്ങിയവർ മുഖ്യാതിഥികളായി. KR രവി, ബിജുമോൻ പന്തിരുകുലം, CB സദാശിവൻ, നഗരസഭാ ചെയർമാൻ P ഷാജി, പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, M പുരുഷോത്തമൻ മണ്ണാർക്കാട്, കൊച്ചു S മണി, അമൃതം കൃഷ്ണദാസ്, നിലാർ മുഹമ്മദ്, PTS മോസു, സുബ്രഹ്മണ്യൻ, K ബാലകൃഷ്ണൻ മാസ്റ്റർ, KT വിജയകുമാർ, K പ്രസാദ്, ദിനേശൻ എഴുവന്തല, VA രാജൻ മാസ്റ്റർ എഴക്കാട്, ഹുസൈൻ കല്ലൂർ, ഗോപൻ എഴക്കാട്, യൂസഫ് രാമപുരം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.